നമുക്കിനി മെയിൻ എയർ ഫിൽറ്റർ റീപ്ലേസ് ചെയ്യാം. ഞാൻ ഓൾറെഡി ഇവിടുത്തെ നട്ട്സും കാര്യങ്ങളൊക്കെ അഴിച്ചു വെച്ചിട്ടുണ്ട്. നേരെ സമയം കളയണ്ട, കാരണം ഓൾറെഡി ഇപ്പോൾ തന്നെ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടുതലായിട്ടുണ്ട്. നമ്മുടെ ഫിൽറ്റർ ഏതാണ്ട് ഫുൾ ഡസ്റ്റാണ്. എന്താ ഫുള്ള് ഡസ്റ്റ് കയറിയിപ്പുണ്ട്. അപ്പോൾ ഫുൾ നട്ടുണ്ട്, അതഴിച്ച് കഴിഞ്ഞാൽ ഫിൽറ്റർ നമുക്ക് മാറ്റാം. ഓക്കെ, ഫിൽറ്റർ ഏതാണ്ട് നല്ല രീതിയിൽ, അകത്തൊന്നും കുഴപ്പമില്ല, പക്ഷെ പുറത്തൊക്കെ നല്ല രീതിയിൽ പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് ഇരിപ്പുണ്ട്. അപ്പം നമ്മൾ ആ ജെന്യുവിൻ എയർ ഫിൽറ്റർ തന്നെയാണ് വാങ്ങിച്ചേക്കണത്. നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാം. പുതിയ ഫിൽറ്ററിൻ്റെ അവസ്ഥ ഇതാണ്. നമ്മുടെ പഴയ ഫിൽറ്ററിൻ്റെ അവസ്ഥ ഇതാണ്. ഏതാണ്ട് ഇതാണ് പുതിയ ഫിൽറ്റർ. ഇത് നമുക്ക് നേരെ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ പുതിയ ഫിൽറ്റർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡറി എയർ ഫിൽറ്ററും കൂടി റീപ്ലേസ് ചെയ്യാം. നമ്മൾ സെക്കൻഡറി എയർ ഫിൽറ്ററിൻ്റെ സംഭവമൊക്കെ കൂടിയിട്ട് ബാക്കി കാര്യം കാണിച്ചു തരാം. നമ്മുടെ സെക്കൻഡറി എയർ ഫിൽറ്റർ ഏതാണ്ട് ഈ സെറ്റായിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഡസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി അഡീഷണൽ ഒരെണ്ണം വെച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് കാര്യമായിട്ട് ഡസ്റ്റ് പിടിച്ചിട്ടില്ല. കാര്യമായിട്ടല്ല, ഇത് പിടിച്ചിട്ടുണ്ട് കേട്ടോ, നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. ഇതാണ് പുതിയത്. ഏത് അഡീഷണലായിട്ട് വെച്ചതാണ്. നിങ്ങൾ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇത് നമ്മുടെ സ്ക്രബ്ബറാണ്, പാത്രം സ്ക്രബ്ബർ. ഇതിപ്പോൾ പുതിയത് സെറ്റ് ചെയ്താണ്. കറക്റ്റ് ആ ഹോളാണ്. ഇതിലെ ഇൻടേക്ക് ഉണ്ട്. ഇത് അടഞ്ഞു കഴിഞ്ഞാൽ മൈലേജ് ഷോർട്ട് തന്നെ ഉണ്ടാവും. നാല് ലോക്ക് ഇട്ടിട്ടുണ്ട്. ഈ സ്ക്രൂ എടുത്ത് സെറ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. സെക്കൻഡറി എയർ ഫിൽറ്റർ 6 മാസത്തിലെ കൂടുമ്പോഴുള്ള അവസ്ഥയാണ്.
ഇത് നമ്മൾ വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ മാറ്റാറില്ല. ഇത് മൊത്തം ഡസ്റ്റ് കയറി അടഞ്ഞ് നാശമാവും. അപ്പോൾ മൈലേജ് ഷോർട്ടേജ് ഉണ്ടാവും, വലി കുറവുണ്ടാവും. എല്ലാവരും ചേഞ്ച് ചെയ്യാം. ഫിൽറ്ററും ഓക്കെ. അപ്പോൾ നമ്മുടെ ആക്റ്റീവയുടെ അഴിച്ചുപണി വീഡിയോ ഈ എപ്പിസോഡ് കൂടി തീരുകയാണ്.